Hi students, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2-ലെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ്, സ്പാനിങ് ഓഫ് സെറ്റ്സ്, ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പറയാം. ഫസ്റ്റ്, ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ്. അതായത് ഒരു വെക്ടർ സ്പേസ് വി കൺസിഡർ ചെയ്യുക. അതിലുള്ള ഒരു വെക്ടർ വിനെ ആ വെക്ടർ സ്പേസിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ് അത് എഴുതുക? ഇപ്പോൾ നമുക്കൊരു വെക്ടേഴ്സ് u1 u2 എക്സെട്ര un എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക. അത് വെക്ടർ സ്പേസിലുള്ളതാണ്. സ്കെയിലേഴ്സ് ആണ് c1 c2 c3 എക്സെട്ര cn. അതിനെ c1 u1 പ്ലസ് c2 u2 പ്ലസ് എക്സെട്ര പ്ലസ് cn un അങ്ങനെ എഴുതുന്നതിനെയാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ആ റിസൾട്ട് എന്ന് പറയുന്നത് ഈ വെക്ടർ സ്പേസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, എലമെൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം വെക്ടർ സ്പേസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ 10 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരുന്നു. അതിലെ മെയിൻ പ്രോപ്പർട്ടീസാണ് സ്കെയിലാർ ആൻഡ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, സിയും യുവും സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. u1 വെക്ടർ സ്പേസിലുള്ളതാണ്. അതിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആ വെക്ടർ സ്പേസിലുള്ളതായിരിക്കും. അത് നമ്മൾ അതുപോലെ വേറൊരു വെക്ടറായിട്ട് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടും ഒരു വെക്ടർ അതേ വെക്ടർ സ്പേസിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഈ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നതും ആ വെക്ടർ സ്പേസിലുള്ളത് തന്നെയായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർ ക്യൂബ് എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസിലെ സെറ്റാണ് 1 3 1 0 1 2 1 0 -5. ഇതിനെ നമുക്കൊരു ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ? വെക്ടർ v1നെ v2ൻ്റെയും v3യുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അതിപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. 3v2 പ്ലസ് v3 ചെയ്താൽ v1 കിട്ടുമല്ലോ. 3 × 0 1 2 പ്ലസ് 1 × 1 0 -5. അത് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 3 1 തന്നെ കിട്ടും. അപ്പോൾ ഈ സെറ്റിലുള്ള രണ്ട് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് അടുത്ത ബാക്കിയുള്ള എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റി. അതാണ് ലീനിയർ കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, വേറൊരു വെക്ടർ തന്നിട്ടുണ്ട് 1 1 1. അതിനെ നമുക്ക് വെക്ടേഴ്സിൻ്റെ ഈ തന്നിരിക്കുന്ന സെറ്റിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. അപ്പോൾ wനെ c1 u1 പ്ലസ് c2 u2 പ്ലസ് c3 u3 ആയിട്ട് എഴുതണം. ഇതിൽ c1 തന്നിട്ട് നമുക്കറിയില്ല, ആ സ്കെയിലാർ ഏതാണെന്ന് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. പകരം w തന്നിട്ടുണ്ട് അല്ലേ, വെക്ടേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ c1 × 1 2 3 പ്ലസ് c2 × 0 1 2 പ്ലസ് c3 × -1 0 1 എഴുതാം. എന്നിട്ട് നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടേമിലും c1 വരും, ഇവിടെ ഓരോ ടേമിലും c2 വരും, ഇവിടെ ഓരോ ടേമിലും c3 വരും. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ ഓർഡേഡ് പെയർ ആയിട്ട് ആഡ് ചെയ്യുക. ടപ്പിൾ ഇതിപ്പോൾ 3 ടപ്പിൾ ആണല്ലോ അല്ലേ, 1 2 3 അല്ലേ ഒരു ഇതിലുള്ളത്. അപ്പോൾ c1 പ്ലസ് 0 പ്ലസ് മൈനസ് c3 തന്നെ c1 മൈനസ് c3 ആണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇനി ഓരോ ടപ്പിളിലും സെക്കൻഡ് എലമെൻറ്റ് ആഡ് ചെയ്താൽ 2c1 പ്ലസ് c2 പ്ലസ് 0, ദാറ്റ് ഈസ് 2c1 പ്ലസ് c2. തേർഡ് എലമെൻറ്റ് ആഡ് ചെയ്താൽ 3c1 പ്ലസ് 2c2 പ്ലസ് c3. അത് ഈക്വാലൻ ടു 1 1 1 ആണ്. അപ്പോൾ നമുക്കൊരു ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യാം. എങ്ങനെ വരും അത്? c1 മൈനസ് c3 ഈക്വൽ ടു 1, 2c1 പ്ലസ് c2 ഈക്വൽ ടു 1, 3c1 പ്ലസ് 2c2 പ്ലസ് c3 ഈക്വൽ ടു 1. നമുക്ക് എന്താ വേണ്ടത്? ഇപ്പം നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. 3 ഇക്വേഷൻ കിട്ടി, 3 വേരിയബിളും ഉണ്ട്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യണം. c1 c2 c3യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ്, മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ആ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി 1 0 -1 2 1 0 3 2 1. പിന്നെ നമുക്ക് LHSലുള്ളത് 1 1 1 അല്ലേ, അതിവിടെ എഴുതി 1 1 1 എഴുതി. ഇനി നമ്മളെന്താ വേണ്ടത്? ഡയഗണൽ മെട്രിക്സ് 1 ആക്കിയിട്ട് ഈ ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് 0 0 0 ആക്കണം. ഇപ്പോൾ ഈ 2 0 ആക്കണം, ഈ 3 0 ആക്കണം, ഈ 2 0 ആക്കണം. അതിന് നമ്മൾ റോ ഓപ്പറേഷൻ നടത്തുകയാണ്. ഈ R2 എന്ന് പറയുന്ന റോനെ R2 മൈനസ് 2 R1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ 2 0 ആയി പോകും. അതുപോലെ തന്നെ മറ്റ് വാല്യൂസിലും ചേഞ്ചസ് വരും, പക്ഷെ നമ്മൾ ശ്രദ്ധ ഈ വാല്യൂ 0 ആക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് R3നെ ഈ 3യും 2വും നമുക്ക് 0 ആക്കണം. ആദ്യം നമ്മൾ 3 0 ആക്കാൻ വേണ്ടി R3 മൈനസ് 3 R1 ചെയ്തു. അപ്പോൾ R3യിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി. ഇനി R3യിലെ സെക്കൻഡ് എലമെൻറ്റ് 0 ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ R3നെ 2 R2 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. R3 മൈനസ് 2 R2 ചെയ്യുമ്പോൾ ഇവിടുത്തെ എല്ലാ ടേംസും 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്താ റിസൾട്ട് വന്നത്?
C1 minus C3 equal to 1, C2 plus 2C3 equal to minus 1. ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ മെട്രിക്സിന്. C1, C2, C3 ആണ്. ഈ കോളം C1 ഉം ഈ കോളം C2 ഉം ഈ കോളം C3 ആണ്. അപ്പോൾ C1 minus C3 equal to 1 വരും. C2 plus 2C3 equal to minus 1 ഉം വരും. ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ സിസ്റ്റത്തിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടും. കാരണം C1 ഓ C2 ഓ C3 എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്നിന് ഒരു വാല്യൂ കൊടുത്താൽ കറസ്പോണ്ടിങ്ങിൽ അടുത്ത തന്നെ വാല്യൂസ് മാറും. ഇപ്പോൾ C1 minus C3 equal to 1 ആണ്. അതായത് C1 equal to 1 plus C3 എന്ന് എഴുതാം. C2 plus 2C3 equal to minus 1 ആണ്. ദാറ്റ് is C2 equal to minus 1 minus 2C3 എന്ന് എഴുതാം. ഇനി C3ക്ക് T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ C2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് 1 മൈനസ് 2T വരും. C1 എന്ന് പറഞ്ഞാലോ 1 plus T വരും. ഇപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് Tക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നോക്കുക. അപ്പോൾ C3 എന്ത് വരും? 1, C2 മൈനസ് 3, C1 2 വരും. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ കിട്ടി അല്ലേ? സ്കെയിലാർസിനൊക്കെ വാല്യൂസ് കിട്ടി. അത് നമ്മളെ ഫസ്റ്റ് ഇക്വേഷനിൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ആദ്യം എഴുതിയില്ലേ? W equal to C1 into ഫസ്റ്റ് ഈ 1 2 3 പ്ലസ് C2 ഇൻറ്റു ദിസ് ടേം പ്ലസ് C3 ഇൻറ്റു ദിസ് ടേം എന്ന് എഴുതി. അത് ആ C1 C2 C3യിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയതാണ് ഈ കാണുന്നത്. ഇതിനെ സിംപ്ലി എങ്ങനെ എഴുതാം? W equal to 2V1 minus 3V2 plus V3. അതായത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് സ്പാനിങ് സെറ്റ്സ്. സ്പാനിങ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യുക. വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ്. ആ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ്. അല്ലെ വെക്റ്റേഴ്സ് ആണ്, എലമെൻറ്റ്സ് ആണ് V1 V2 എക്സെട്ര Vk. ഇനി ഈ സെറ്റ് എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പാനിങ് സെറ്റ് ഓഫ് വി എന്ന് പറയുന്നത് എപ്പോഴാണ്? എവരി വെക്റ്റർ ഇൻ വി ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇൻ എസ്. അതായത് ഈ വെക്റ്റർ സ്പേസിലുള്ള വെക്റ്റേഴ്സിനെല്ലാം ഈ എസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എസ് സ്പാൻസ് വി എന്ന് പറയാം. എങ്ങനെ എഴുതാൻ പറ്റണം? ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇൻ എസ്. ഓക്കെ, എവരി വെക്റ്റർ ഇൻ വി ക്യാൻ ബി റിട്ടൺ ആസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇൻ വി ഇൻ എസ്. അങ്ങനെ ആകുമ്പോൾ എസ് സ്പാൻസ് വി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം, ഡിറ്റർമൈൻ അതിനൊരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ഡിറ്റർമൈൻ വെദർ ദ സെറ്റ് എസ് സ്പാൻസ് ആർ സ്ക്വയർ. ഒരു സെറ്റ് തന്നിട്ടുണ്ട് എസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ വെക്റ്റർ സ്പേസ് വി എന്താണ്? ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആർ സ്ക്വയറിലുള്ള ഓരോ ടേമും ഇതിൻ്റെ ലീനിയർ ഈ എസ്സിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആർ സ്ക്വയർ ഈ വെക്റ്റർ സ്പേസിലെ ഒരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്യണം. അതിന് നമ്മൾ യു എന്ന് എടുത്തു. യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പിൾ ആയ കാരണം U1, U2. അതെന്ന് പറഞ്ഞാൽ ആർ സ്ക്വയറിലൊരു ഏതെങ്കിലും ഒരു വെക്ടറാണ് കൺസിഡർ ചെയ്യും. ബി എനി വെക്ടർ ഇൻ ആർ സ്ക്വയർ. C1 C2 രണ്ട് സ്കെയിലാർസും കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ പറയുകയാണ് C1 2, 1 പ്ലസ് C2 minus 1, 2 ഈക്വൽ ടു U1 U2. ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2C1 മൈനസ് C2 ഈക്വൽ ടു U1 വരും. C1 പ്ലസ് 2C2 ഈക്വൽ ടു U2. അതായത് ഈ ഫസ്റ്റ് ഓർഡിനേറ്റ് ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു ഇതിലെ ഫസ്റ്റ് ഓർഡിനേറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. സെക്കൻഡ് ഓർഡിനേറ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയത്. എന്നിട്ട് ഈ ഇക്വേഷനിലെ കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ C1 ഉം C2 ആണ് കോഎഫിഷ്യൻസ്. അതിൻ്റെ വാല്യൂ C1 ഉം C2 ആണ് സ്കെയിലാർ. അതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കുക. അത് എടുത്ത് എഴുതി കഴിഞ്ഞാൽ 2 മൈനസ് 1 1 2 വരും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോക്കിയാൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഇത് സിസ്റ്റം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. അതായത് C1 ഉം C2 നും ഒക്കെ വാല്യൂസ് ഉണ്ട് എന്നാണ് എൻ്റെ മീനിങ്. അതായത് ഇതിനെ നമുക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. C1 നും C2 നും നമുക്കൊരു വാല്യൂസ് കിട്ടും. അതിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എസ് സ്പാൻസ് ആർ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ എഴുതിക്കുന്ന സിസ്റ്റം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ, സോ എസ് സ്പാൻസ് ആർ സ്ക്വയർ. നമുക്കൊരു 3 ടപ്പിൾ ആയിട്ടുള്ളൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. നമുക്ക് R³ എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ എസ് സ്പാൻ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. എസ് എന്ന് പറഞ്ഞാൽ 4 7 3 -1 2 6 2 -3 5 അങ്ങനെ 3 വെക്റ്റേഴ്സാണ് എസ്സിലുള്ളത്. അപ്പോൾ 3 വെക്റ്റേഴ്സ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ 3 വെക്റ്റേഴ്സ് കൺസിഡർ ചെയ്തു. U1 U2 U3. അത് R³ ഈ വെക്റ്റർ സ്പേസിലുള്ള ഒരു വെക്റ്ററാണ് കൺസിഡർ ചെയ്തു. C1 C2 C3 എന്ന് പറയുന്ന 3 സ്കെയിലാർസും ഉണ്ട്.
അപ്പോൾ നമുക്കിതിനെ ഈ സെറ്റ് ഓഫ് എലമെൻസിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് C1 ഇൻറ്റു 473 പ്ലസ് C2 ഇൻറ്റു -126 പ്ലസ് C3 ഇൻറ്റു 2 - 3 5 ഈക്വൽ ടു U1 U2 U3 എന്ന് എഴുതി. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാലോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 4C1 - C2 പ്ലസ് 2C3 ഈക്വൽ ടു U1 വരും. 7C1 പ്ലസ് 2C2 - 3C3 ഈക്വൽ ടു U2 വരും. 3C1 പ്ലസ് 6C2 പ്ലസ് 5C3 ഈക്വൽ ടു U3 വരും. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഎഫിഷ്യൻസിൻ്റെ, അതായത് കോഎഫിഷ്യൻസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്കെയിലാർസിൻ്റെ കോഎഫിഷ്യൻസ് കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 4 - 1 2 ഡിറ്റർമിനൻ്റ് ആണ് കാണേണ്ടത്. 7 2 - 3 3 6 5 അത്രയും ഈ ഡിറ്റർമിനൻറ്റ് കാണാനുള്ള ഈ മെട്രിക്സിൽ എഴുതി. ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ 2 × 5 - -3 × 6 then -1 നോക്കുമ്പോൾ 7 × 5 -3 × 3 പ്ലസ് 2 എന്ത് വരും? 7 × 6 × 2 × 3. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ആ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്നാണ്. ഡിറ്റർമിനൻ്റ് വാല്യൂ കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അത് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് മീനിങ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ആ എസ് എന്ന് പറയുന്നത് സ്പാൻസ് R³ ആയിരിക്കും, അതിൻ്റെ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, സ്പാൻ ഓഫ് എ സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എസ് എന്ന്, ഇപ്പോൾ വേറൊരു വെക്റ്റർ സ്പേസ് വി ഉണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്റ്റേഴ്സ് ഇൻ എസ്. കാരണം സ്പാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാലും അതിൻ്റെ സെറ്റായിരിക്കും. അത്ര ഇതിൽ പറയുന്നുള്ളൂ. ഇനി നമുക്ക് സ്പാൻ ഓഫ് എസിന് ഇങ്ങനെ എഴുതാം: C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CK VK. C1 C2 എക്സെട്ര CK എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഈ സ്പാൻ ഓഫ് എസിന് ഡിനോട്ട് ചെയ്യേണ്ട സ്പാൻ ഓഫ് എസ് ഓർ സ്പാൻ ആ എസ് എന്നുള്ളത് V1 V2 ഏതൊക്കെ വെക്റ്റേഴ്സിനാണ് സ്പാൻ ചെയ്യുന്നത് എന്നുള്ളത് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നത് ആ വെക്റ്റേഴ്സ് എടുത്തിടാം. ഇനി സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു V, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് V ഈസ് സ്പാൻഡ് ബൈ V1 V2 എക്സെട്ര VK ഓർ എസ് സ്പാൻസ് V എന്നും പറയും. ഓക്കെ, അതിന് നമ്മളെങ്ങനെ അതിനെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു V എന്ന് എഴുതി കണ്ട അതിനെന്താണ് മനസ്സിലാക്കേണ്ടത്? V ഈസ് സ്പാൻഡ് ബൈ എസ് ഓർ എസ് സ്പാൻസ് V. ഓക്കെ, എസ് ആണ് വിയെ ജനറേറ്റ് ചെയ്തത്, അതാണ് എസ് സ്പാൻസ് V കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു തിയറം പറയേണ്ടത് എന്താ വെച്ചാൽ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ സബ് സ്പേസ് ഓഫ് V. വിയുടെ സബ് സ്പേസ് ആയിരിക്കും സ്പാൻ ഓഫ് എസ്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. എസ് എന്ന് പറയുന്നത് V1 V2 എക്സെട്ര VKയുടെ ഒരു സെറ്റാണ്. ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയിലുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ സ്പാൻ എടുത്ത ആ സ്പാനും ആ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. ഇനി ഈ സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്ന സബ് സ്പേസ് ആയിരിക്കും സ്മോളസ്റ്റ് സബ് സ്പേസ് ഓഫ് V ദാറ്റ് കണ്ടെയ്ൻസ് എസ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് ആണ് ഈ തിയറത്തിൽ പറയുന്നത്. ഒരു ഫസ്റ്റ് പോയിന്റ് സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ വിയുടെ സബ് സ്പേസ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് ഇറ്റ് ഈസ് ഈ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നതാണ് സ്മോളസ്റ്റ് സബ് സ്പേസ് ഓഫ് V. ഓക്കെ, ഈ രണ്ട് പോയിന്റ് ആണ് ഈ തിയറത്തിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ഡെഫിനിഷൻ ഓഫ് സ്പാൻ പറഞ്ഞു, പിന്നെ സ്പാൻ എങ്ങനെ ഡിനോട്ട് ചെയ്യണമെന്നും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണിത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും ഒരു വെക്റ്റർ സ്പേസിൽ. ആ വെക്റ്റർ സ്പേസിൽ ആ വെക്റ്റേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെക്റ്റർ ഇക്വേഷൻ ഇടും. വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയിട്ട് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യും. ആ വെക്റ്റർ ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഉള്ളത്, ഒൺലി ദ ട്രിവിയൽ സൊല്യൂഷൻ. ദാറ്റ് ഈസ് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം 0. C1 C2 എക്സെട്ര CK എന്ന് പറഞ്ഞാൽ സ്കെയിലേഴ്സിനെല്ലാം 0 വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അതൊക്കെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഉള്ളതെങ്കിൽ അത് ഇഫ് ദർ ആർ ഓൾസോ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ദെൻ എസ് ഈസ് ലീനിയർലി ഡിപെൻഡൻറ്റ്. അപ്പോൾ ട്രിവിയൽ സൊല്യൂഷൻ ആണോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണോ ഉള്ളത് എന്ന് ചെക്ക് ചെയ്താൽ മതി. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് കാണാം.
ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ഉള്ളത് മെട്രിക്സ് മെത്തേഡിലെ ഡിറ്റർമിനൻറ്റ് കണ്ടിട്ട് അത് ഈക്വൽ ടു 0 ആണോ നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ അത് അപ് ടു 3/3 മെട്രിക്സ് വരെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൂടുതലുള്ള ഓർഡറുള്ള മെട്രിക്സ് വന്നത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ മെത്തേഡ് എല്ലാറ്റിലും ചെയ്യാൻ പറ്റും. ഏതൊരു മെട്രിക്സിൻ്റെ അതായത് നമ്മൾ ഇപ്പോൾ വെക്ടർ ഇക്വേഷൻ എഴുതിയിട്ട് അതിനെ കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതിയിട്ട് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡർ എത്ര തന്നെ ആയാലും നമുക്കത് ഈ മെത്തേഡ് വഴി സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ വെദർ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ ആർ സ്ക്വയർ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എസ് എന്താ തന്നിരിക്കുന്ന വെക്ടർ ഏതാണ്? 1 2 3 0 1 2 -2 0 1. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അതിനെ ലീനിയർ C1 V1 + C2 V2 + C3 V3 = 0 എന്നായിട്ട് എഴുതണം അല്ലേ? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്? C1 C2 C3 ഒക്കെ 0 ആയിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ V1 V2 V3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 V2 V3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? C1 - 2 C2 C1 C1 - 3 - 2 C3 2 C1 + C2 then 3 C1 + 2 C2 + C3 = 0 0 0. അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടി. C1 - 2 C3 = 0 2 C1 + C2 = 0 3 C1 + 2 C2 + C3 = 0. ഇതിൽ C1 C2 C3യുടെ വാല്യൂസ് കണ്ടുപിടിച്ചാലാണ് ട്രിവിയൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ബൈ യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ആ കോഎഫിഷ്യൻസ് എല്ലാം എടുത്ത് എഴുതി RHSലുള്ളത് 0 0 ഇക്വേറ്റ് ചെയ്ത് 0 ആണ്. അപ്പോൾ 0 0 0 എന്ന് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഈ ഡയഗണൽ മെട്രിക്സ് 1 1 1 ആക്കുക, ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് 0 0 ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടേം 0 ആക്കണം. ദാറ്റ് ഈസ് R2 ചേഞ്ചസ് ടു R2 - 2R1 2 - 2R1. അപ്പോൾ ഇത് 0 വരും. ഇവിടുത്തെ ടേംസ് അതനുസരിച്ച് മാറും. ദാറ്റ് ഈസ് 0 - 2R1 എന്ന് പറഞ്ഞാൽ 0 + 4 വരും. ദാറ്റ് ഈസ് 4 വരും. ഇവിടെ 0 തന്നെ വരും. R3യിൽ ഇവിടെ ഇത് 0 3 എന്ന് പറഞ്ഞ ടേം 0 വരണമെങ്കിൽ R3 - 3R1 ചെയ്യണം. എന്നാലാണ് ഇവിടെ 0 വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഈ ടേം 0 ആയി. ഇവിടെയും വാല്യൂസിന് മാറ്റം വന്നു. ഇനി നമുക്ക് 2 0 ആക്കണം. 2 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 0 ആക്കണമെങ്കിൽ R3 - 2R2 ചെയ്യണം. ഇവിടെ 2 0 ആക്കാൻ R3 - 2R2. അപ്പോൾ ഇവിടെ 0 ആയി, ഇവിടെ -1 ആയി. ഇനി നമുക്ക് ഈ -1 കളയാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ -1 കൊടുത്തു. അപ്പോൾ 1 0 -2 0 0 1 4 0 0 0 1 0 എന്ന് വന്നു. ഇവിടെ -സൈൻ പോയി. ഈ റോയ്ക്കാണ് നമ്മൾ -സൈൻ കൊടുത്തത്. മൾട്ടിപ്ലൈ ചെയ്തത്. ഇപ്പം എന്തായി? ഇതിങ്ങനെ എക്ലോൺ ഫോമിലോട്ട് മാറിയില്ലേ? ഇതിൻ്റെ ഡയഗണൽ മെട്രിക്സ് എല്ലാം 1 1 ആയി. മുകളിലും താഴെയും 0 0 വന്നു. അതിനർത്ഥം എന്താ? ഇപ്പോൾ ഇവിടെ C1 0 ആയി, C2 0 C3 0 എല്ലാം 0 ആണ്. അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രിവിയൽ സൊല്യൂഷനേ ഉള്ളൂ. അതിനർത്ഥം എന്താ? അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. തന്നിരിക്കുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് മീനിങ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിറ്റർമൈൻ വെദർ ദ സെറ്റ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. എസ് എന്ന് പറയുന്നത് 0 0 1 -1 ആണ്. രണ്ട് വെക്ടേഴ്സേ ഉള്ളൂ, V1 ഉം V2. അപ്പോൾ നമുക്ക് അതിൻ്റെ വെക്ടർ ഇക്വേഷൻ എങ്ങനെ വരും? C1 V1 + C2 V2 = 0. രണ്ട് സ്കെയിലാർ കൺസിഡർ ചെയ്തു വെക്ടേഴ്സ് കൊണ്ട് എഴുതിയപ്പോൾ C1 V1 + C2 V2 = 0 വരും. അപ്പോൾ C1 × 0 0 + C2 × 1 - 1 = 0 0. അപ്പോൾ 0 + C2 അല്ലേ, C2 അല്ലേ ഇൻറ്റു വരിക. ദെൻ 0 + -C2 = 0 0. ദാറ്റ് ഈസ് C2 - C2 = 0 0. അപ്പോൾ C2ന് 0 വരും. C1ന് ഏത് വാല്യൂ വേണമെങ്കിലും വരാം അല്ലേ? C2 = 0 എന്ന് ഇതിൽ നിന്ന് കിട്ടി. പക്ഷേ C1ന് എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. ഇപ്പോൾ C1 1 ആണെങ്കിലും C2 0 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. 1 കൊടുത്തു കഴിഞ്ഞാൽ 1 0 0 + C2ന് 0 കൊടുത്താൽ നമുക്ക് 0 0 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗിവൺ ഇക്വേഷൻ ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ദെൻ എസ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ആ വെക്ടർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. C1 V1 + C2 V2 = 0 എന്നുള്ള ഇതില്ലേ ഈ ഇക്വേഷനിൽ കൊടുത്ത C1ന് 1 ഉം C2ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 × ഇതിനൊപ്പം
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരും. C2 0 ആണ്. അപ്പോൾ ഇതെന്തായാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. C1ന് 1 കൊടുത്താലും നോൺ ട്രിവിയൽ സൊല്യൂഷനാണ്. അപ്പോൾ സിസ്റ്റം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. താങ്ക് യു. അപ്പോൾ ഇത് ഇത്രയും കൂടെ നമ്മൾ പ്രധാനമായിട്ടും 3 ടോപ്പിക്കാണ് കവർ ചെയ്തത്. ആ ടോപ്പിക്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.